അത് നിങ്ങൾ പേടിക്കോ നോക്കിയതാ. അതെ, നിന്റെ കൂടെ പഠിക്കുന്ന കരുതിയേ നീയൊന്നും നമ്മുടെ തലേ കയറണ്ട. നീയൊക്കെ ഇപ്പോഴും പയ്യന്മാരാ. പക്ഷേ പഠിപ്പില്ല ഞങ്ങളാ മുന്നില് സീനിയേഴ്സ്. ഇംഗ്ലീഷ് ഇത്തിരി പറഞ്ഞാണോ? സീനിയേഴ്സ് എന്ന് വെച്ചാ മുതിർന്നവര്. ഞങ്ങളൊന്ന് റാഗ് ചെയ്തതാ. ഓ, നിന്നെയൊന്നും ഞങ്ങൾക്ക് അത്ര വിശ്വാസമില്ല. നീയൊക്കെ പണ്ട് ലീവ് ലെറ്റർ എഴുതി ഞങ്ങളെ പറ്റിച്ചല്ലേ. പക്ഷേ ഞങ്ങള് സീനിയേഴ്സിന്റെ സഹായം ഇല്ലാതെ നിങ്ങൾ പഠിക്കുന്നൊന്ന് കാണണം. അധികം വിളച്ചിലെടുത്താലേ ചുരുട്ടിക്കൂട്ടി ആ കായലെറിഞ്ഞളേ. അതെ, ഞങ്ങൾക്ക് പഠിക്കാനേ നിന്റെ സഹായം വേണ്ട. എന്നാ നമുക്ക് കാണാം. ആ, കാണാം. ഇതെന്ത് പിള്ളേരിത്? വയസ്സാം കാലത്ത് പഠിക്കാന്ന് വിചാരിച്ചാലും സമ്മതിക്കും. ആൾക്കാരൊന്നും ഇല്ലണ്ണ, ഇനിയെങ്കിലും മുക്ക് കൂടി. കാത്തു നിൽക്കൊണ്ടെണ്ണ. ഇങ്ങനെയല്ല മോളെ, ഇതാദ്യം ചെയ്യണം കേട്ടോ. ശ്രദ്ധിച്ചു വായിക്കേ. പണ്ട് അമ്മച്ചി മീൻ മേടിക്കാൻ പറഞ്ഞാൽ പോലും ഓടാത്ത മനുഷ്യന് താമസിച്ചോണ്ട് ഓടിയതാ. ബാലൻസ് കിട്ടിയില്ല. എന്താ താമസിച്ചത്? അത് വഴിയിലൊരു പോത്ത് കുത്താൻ നിന്ന്, അതുകൊണ്ടാ. വേറെ ഏത് പോത്ത്? ശരി ശരി, പോയിരുന്നു. കേട്ടില്ല. ഇനി ഒരൊറ്റ കീറിക്കുന്നുണ്ടല്ലോ. ഇരിക്കും ഞാൻ. വാ, അകത്തോട്ട് പോര്. ഇവിടെ നിന്നാ നനേ. അകത്തോട്ട് പോ. കേറി വാ. അകത്ത് കയറി എനിക്ക് എന്തേലും തിന്നാൻ കിട്ടും. ഇതെന്താ എല്ലാരും അകത്ത്? അമ്മ അറിഞ്ഞില്ലേ? പുറത്ത് മഴ. ഞാൻ അടുക്കളയിലായിരുന്നു, അറിഞ്ഞില്ല. നനഞ്ഞോ? ടവല് വേണം തോർത്താൻ? അയ്യോ വേണ്ട, ഇതത്ര വലിയ മഴയൊന്നുമല്ലോ നനയാനായിട്ട്. ഞാൻ നനഞ്ഞു നോക്കി ഇവിടെ ആരും ഇല്ലേ? സാർ ഇരിക്കെ. ഇന്നെന്തായാലും പഠിപ്പ് മുടങ്ങി. മഴ മാറിയിട്ട് പോകാം. ഇരിക്കെ. ഹേ, അതൊന്നും സാറില്ല ടീച്ചർ. ഇത്രയും നേരം ഇരിക്കല്ലായിരുന്നോ? ഇനി കുറച്ചു നേരം നിൽക്കാം. ഒരുപാട് കസാരയുണ്ട് ഇവിടെ. എന്നോട് ഇരിക്കുന്നോന്ന് ചോദിച്ചില്ല, സാറിനെ മാത്രമേ അവർ ഇരുത്തുള്ളൂ. അപ്പൊ ഇരിക്കാത്തതിന്റെ ഗുട്ടൻസ് ഇപ്പോഴല്ലേ പിടികിട്ടിയത്? അതൊക്കെ പഠിച്ചോണ്ടിരുന്നപ്പോ എടുത്തതാ. നന്നായിട്ടുണ്ട്. സത്യം, പണ്ടും ടീച്ചർ സുന്ദരിയായിരുന്നു. ഇതെങ്ങനെ ഇവിടെ വന്നേ? അതെന്താ അങ്ങനെ ചോദിച്ചേ? ഇത് ഞാനുണ്ടാക്കിയാണല്ലോ. ഇതെങ്ങനെ ഇവിടെ വന്നേ? എന്ത്? ഇത് സാറുണ്ടാക്കിയതാ? അണ്ണൻ ഇങ്ങനെ ഒരു സൂക്കട ചെറുപ്പത്തിലേ ഉള്ളതാ. പുഴത്തീരത്തിരിക്കുമ്പോ ഒരു പേപ്പർ കിട്ടിയ അപ്പ വെള്ളം ഉണ്ടാക്കും, എന്നിട്ട് അത് ഒഴുക്കി വിട്ടിട്ട് ഇരുന്നിരിക്കും. ഒരു തരം വട്ട്. ഒരു ദിവസം ഞാൻ പുഴത്തീരത്ത് നിൽക്കുമ്പോ പുഴയിലൂടെ ഒഴുകി വന്നതാ. കണ്ടപ്പോഴേ ഇഷ്ടം തോന്നി. ഞാനും അച്ഛനും കൂടി അതെടുത്ത് ഇവിടെ വെച്ചതാ. ഞാനത് ഒഴുക്കി വിട്ടത്. അത് ടീച്ചറിനെ തന്നെ കിട്ടിയല്ലോ. സത്യത്തില് ടീച്ചറെ കുറിച്ച് ആലോചിച്ചോണ്ടാ ഞാനത് ഉണ്ടാക്കിയത്. എന്നെ കുറിച്ചോ? എന്താലോചിച്ച്? ഇത് അഡ്മിറ്റ് ചെയ്യേണ്ട കേസാണല്ലോ. വേണ്ട. ECGയിൽ ചില വേരിയേഷൻസ് കാണിക്കുന്നുണ്ട്. അഡ്മിറ്റ് ചെയ്യാതിരിക്കുന്ന അപകടമാ. വേണ്ട ഡോക്ടർ, അഡ്മിറ്റ് ചെയ്യുന്നു വേണ്ട. വിശ്വനാഥ, ഇതങ്ങനെ നിസ്സാരമായി കരുതി അവഗണിക്കാവുന്ന കാര്യമൊന്നുമല്ല. സംതിങ് സീരിയസ്. അന്നേ ഞാൻ പറഞ്ഞില്ലായിരുന്നോ വീണ്ടും ഇങ്ങനെ വന്നാൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരുമെന്ന്?
കൂടെ വന്ന മകളോട് ഞാൻ പറഞ്ഞതല്ലേ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്കിവിടെ കിടക്കാൻ പറ്റില്ല ഡോക്ടർ. അതുകൊണ്ടാണ് പറയുന്നത്. വിശ്വനാഥ് സാറേ, ഇവിടെ ഹോസ്പിറ്റലിൽ കൂടെ നിൽക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ടാണ് വേണ്ടാന്ന് പറയുന്നതെങ്കിൽ ഞാൻ കൂടെ നിൽക്കാം. എന്തെങ്കിലും പ്രശ്നമുള്ളതുകൊണ്ടായിരിക്കണമല്ലോ ഇവര് നിർബന്ധിക്കുന്നത്. അഡ്മിറ്റ് ചെയ്തോട്ടെ നീ. ഏയ്, അത് ശരിയാവില്ല ഡോക്ടർ. എനിക്കെന്തായാലും പോയേ പറ്റൂ. ഇവിടെ വരുന്ന രോഗികളുടെ ആരോഗ്യനില വിലയിരുത്തിയാണ് അഡ്മിറ്റ് ചെയ്യണോ, ഏത് ചികിത്സ വേണം, മരുന്ന് എങ്ങനെ വേണം എന്നൊക്കെ തീരുമാനിക്കുന്നത്. അതനുസരിച്ച് നിർബന്ധമായും അഡ്മിറ്റ് ചെയ്യേണ്ട ഒരു പേഷ്യന്റ്. ഞങ്ങളിങ്ങനെ പണ്ടത്തെ ചില കാര്യങ്ങൾ ഓർമ്മിച്ചെന്നേ ഉള്ളൂ. നമ്മുടെ ദേവനോട് ആ കുട്ടിക്ക് ചെറിയൊരു ഇഷ്ടമുണ്ടായിരുന്നു അല്ലേ? അക്കാര്യമാ ഞങ്ങള് പറഞ്ഞുകൊണ്ടിരുന്നത്. അന്നൊക്കെ എനിക്കും പലപ്പോഴും അത് തോന്നിയിട്ടുണ്ട്. ആ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലെന്നല്ലേ പറഞ്ഞത്? ഇപ്പോഴും ആ കുട്ടിക്ക് ഇഷ്ടമാണെങ്കിൽ ദേവന് വേണ്ടി ഒന്ന് ആലോചിച്ചാലോ? നല്ലതാണെന്നാ എനിക്ക് തോന്നുന്നു. ദേവേട്ടന്റെ കല്യാണം കരുതി ചാടി കയറി ഒരു തീരുമാനം എടുക്കേണ്ടെന്നാ എന്റെ അഭിപ്രായം. നമ്മൾ ഓരോന്നും തീരുമാനിക്കും, അവസാന നിമിഷം ദേവേട്ടൻ അത് ഉഴപ്പിക്കളയുകയും ചെയ്യും. ദേ, അന്ന് തിരുവനന്തപുരത്ത് നിന്ന് വന്ന ആ കല്യാണക്കാരി ഓർമ്മയുണ്ടല്ലോ? കല്യാണ പാർട്ടി ഇവിടെ വന്നപ്പം ഒറ്റ മുങ്ങലായിരുന്നു ദേവേട്ടൻ. പല തവണയായി ഈ കലാപരിപാടി തുടങ്ങിയിട്ട്. ദേവേട്ടനോട് പറ, ഒന്നെങ്കിൽ ഹനുമാൻ അല്ലെങ്കിൽ പെണ്ണ്, ഇതിലേതാ വേണ്ടേന്ന് വെച്ചാൽ തീരുമാനിക്കാം. അവൻ അങ്ങനൊക്കെ പറഞ്ഞെന്ന് കരുതി കല്യാണക്കാരൻ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ വിഷ്ണു? എന്തോടാ വെച്ച് തേച്ചത്? കാണാൻ മൂത്രം വെച്ച് തേക്കുന്ന വേണം. ഈ ചെറുക്കനെ കൊണ്ട് വലിയ ചിരിക്കുന്ന ചെറുക്കൻ തന്നെ വേണം. ടീച്ചർ നോക്കിയേ. ശരി, ഇതവിടെ പോയിന്ന് പഠിച്ചോ. ശരി ടീച്ചർ. ടീച്ചർക്ക് എന്തോ പറ്റിയിട്ടുണ്ടല്ലോ. പതിവുള്ള ആളെയല്ല. അണ്ണാ, ടീച്ചറിനൊന്നും എന്തോ പറ്റി? എന്താന്നറിയില്ലടാ. ഇനി വല്ല അസുഖമാണോ എന്തോ. ചിലപ്പോ തലവേദനയായിരിക്കും. ഞാൻ ചെന്ന് ചോദിക്കട്ടെ? ഏയ് വേണ്ട അണ്ണാ, ഞാൻ ചെന്ന് ചോദിക്കാം. വേണ്ട. ടീച്ചർ, ഞാൻ എഴുതിയത് ശരിയാണോ? ഇനി ഇത് അടുത്ത പേജിൽ എഴുതിക്കോ. ടീച്ചർക്ക് എന്തെങ്കിലും അസുഖം? ഒന്നുമില്ല. ഓ, അസുഖമൊന്നുമില്ലാന്ന് പറയാൻ പറഞ്ഞു. പറയാൻ പറഞ്ഞോ? നീ എന്തിനാ അതൊക്കെ ചെന്ന് ചോദിക്കുന്നേ? ഞാൻ പറഞ്ഞു നിന്നോട് പോയി ചോദിക്കാൻ. പഠിക്കാൻ വന്ന പഠിച്ച പോരെ. ചൂടാവാതെ ടീച്ചർ കേൾക്കും. രണ്ടിനെയും കൂടെ എഴുന്നേപ്പിച്ച് നിർത്തും. എഴുതിക്കോ. എന്നാലും ടീച്ചർക്ക് ഇതെന്തു പറ്റി? എന്തോ വീട്ടുപ്രശ്നമാണ്. ടീച്ചറിന്റെ അമ്മയൊന്നും പുറത്തേക്ക് വന്നതേ ഇല്ല. സാധാരണ നമുക്ക് എന്തെങ്കിലുമൊക്കെ തിന്നാൻ കൊണ്ട് തരുന്നതാ. ഇന്ന് അതുപോലും കിട്ടിയില്ല. ഇന്നലെ അയാള് പണം തരാന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് കാറി കയറ്റാനാ നോക്കിയത്.